JCI സോൺ 19 വിദ്യാർത്ഥികൾക്കായി 50 ലക്ഷം രൂപയുടെ കൊമേഴ്സ് പ്രൊഫഷണൽ കോച്ചിംഗ് സ്കോളർഷിപ്പ് എക്സാം നടത്തുന്നു. കാസർഗോഡ് മുതൽ മാഹി വരെയുള്ള വിദ്യാർത്ഥികൾക്കായാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഭുവനേശ്വരി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കനിയന്തോൾ, ചീമേനി. മൊബൈൽ 9447730972. 2025 +2 ഡിഗ്രി പഠനം പൂർത്തിയാക്കിയ കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെയും മാഹിയിലെയും വിദ്യാർത്ഥികൾക്കായാണ് JCI സോൺ 19 50 ലക്ഷം രൂപയുടെ കൊമേഴ്സ് പ്രൊഫഷണൽ കോച്ചിംഗ് സ്കോളർഷിപ്പ് എക്സാം നടത്തുന്നത്. CA, CMA, ACCA, CS എന്നിവയാണ് പദ്ധതിയുടെ ഭാഗമായി ലഭ്യമാക്കുന്ന കോഴ്സുകൾ. പരീക്ഷയിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഈ കോഴ്സുകളിൽ ട്യൂഷൻ ഫീസിൽ 100% വരെ സ്കോളർഷിപ്പ് നേടാനാണ് അവസരം. മാത്രമല്ല, പരീക്ഷ എഴുതുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഏത് കോഴ്സിലായാലും ട്യൂഷൻ ഫീസിൽ 15% ഇളവ് ലഭിക്കും. പദ്ധതിക്കായി 10 പരീക്ഷാ സെന്ററുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇരിട്ടി, മട്ടന്നൂർ, തലശ്ശേരി, കണ്ണൂർ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട്, കാസർഗോഡ്, മാനന്തവാടി, കൽപ്പറ്റ, ചെറുപുഴ എന്നിവിടങ്ങളിലാണ് ഈ പരീക്ഷാ കേന്ദ്രങ്ങൾ. സ്കോളർഷിപ്പിന് പുറമെ പരീക്ഷയിൽ 1ാം സ്ഥാനം നേടുന്ന വിദ്യാർത്ഥിക്ക് 7000 രൂപയും 2ാം സ്ഥാനം നേടുന്ന വിദ്യാർത്ഥിക്ക് 5000 രൂപയും 3ാം സ്ഥാനം നേടുന്ന വിദ്യാർത്ഥിക്ക് 3000 രൂപയും ക്യാഷ് അവാർഡും ലഭിക്കും. മാത്രമല്ല, ഓരോ സെന്ററിലെയും ടോപ്പ് സ്കോററാകുന്ന വിദ്യാർത്ഥിക്ക് 1000 രൂപയുടെ ക്യാഷ് അവാർഡുമുണ്ട്. കാഞ്ഞങ്ങാട്ടെ കേന്ദ്രത്തിൽ വരുന്ന ജൂൺ 6 വെള്ളിയാഴ്ചയാണ് പരീക്ഷ. രാവിലെ 10 മുതൽ 12 മണി വരെയുള്ള സമയത്തായിരിക്കും MCQ ടൈപ്പിലുള്ള പരീക്ഷ. പരീക്ഷ എഴുതാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾ ഗൂഗിൾ ഫോം ലിങ്ക് മുഖേന രജിസ്റ്റർ ചെയ്യണം. ജൂൺ 5 ഇതിന്റെ അവസാന തീയതി. ഭാവി ജീവിതം ഭാസുരമാക്കാനുള്ള ഈ പദ്ധതിയുടെ ഭാഗമാകാൻ യോഗ്യരായ മുഴുവൻ വിദ്യാർത്ഥികളും മുന്നോട്ട് വരണമെന്നും അസുലഭമായ ഈ അവസരം യഥാസമയം പ്രയോജനപ്പെടുത്തണമെന്നും സംഘാടകർ അറിയിച്ചു. JCI സോൺ 19 ഡയറക്ടർ N. അരുൺ പ്രഭു, പ്രൊജക്ട് ഡയറക്ടർ സിദർ സൈഫുദ്ദീൻ, JCI നീലേശ്വരം എലൈറ്റ് പ്രസിഡന്റ് KS അനൂപ് രാജ്, JCI കാഞ്ഞങ്ങാട് VP രഞ്ജിത് കുമാർ, JCI നീലേശ്വരം പ്രസിഡന്റ് സംഗീത ഭൈ, JCI പഴശ്ശി സെക്രട്ടറി JFM നിസാമുദ്ദീൻ എന്നിവരാണ് കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ വാർത്താ സമ്മേളനം നടത്തി പ്രൊഫഷണൽ കോച്ചിംഗ് സ്കോളർഷിപ്പ് സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.